പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തിക്കായിട്ട് സദൃശ്യവാക്യം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം 9-ഉം 10-ഉം. Proverbs chapter 3 verses 9 and 10. യഹോവയെ നിൻ്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിൻ്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിൻ്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞ് ഒഴുകും. ദൈവമക്കളെ, നാം ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഗീവ് സാക്രിഫിഷ്യലി ടു ദ ലോർഡ്. ഗീവ് ദ ഫസ്റ്റ് ഫ്രൂട്ട്സ് ഓഫ് യുവർ ലേബർ. ഗിവിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ദൈവത്തിനാണെന്നുള്ള ഓർമ്മ നമുക്ക് വേണം. ഞാൻ പറയട്ടെ, എല്ലാ കാര്യങ്ങളുടെയും ഒരു പോർഷൻ നമ്മൾ നമ്മുടെ ദൈവത്തിന് കൊടുക്കണം. ഗോഡ് വോണ്ട്സ് അവർ ഡിവോഷൻ. ഞാൻ പറയട്ടെ, നമ്മൾ എത്ര ദൈവത്തിന് കൊടുക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. ഫോർ സം ഓഫ് us the easiest thing is money, 10%. ഞാൻ എന്നാൽ അതേക്കുറിച്ചൊന്നുമല്ല പറയാൻ പോകുന്നത്. നാം ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഓർക്കണം, ദൈവത്തിന് ലഭിക്കുന്ന സംഗതികളെ കഴിഞ്ഞും ദൈവത്തിൻ്റെ ജനത്തെയാണ് ദൈവം നോക്കുന്നത്. ഗോഡ് വാണ്ട്സ് ദ ഫുൾനെസ് ഓഫ് അവർ ഹാർട്ട്സ്. ഒരു സ്തുതി നമ്മൾ കൊടുത്താലും, ഒരു ആരാധന നമ്മൾ അവന് കാഴ്ചവെച്ചാലും, നമ്മൾ ഒരു ഡിസൈപ്പിളാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ജനറോസിറ്റി നാം എക്സിബിറ്റ് ചെയ്യണം. It's not about the percentage, I say. It's about your heart. Praise God. പക്ഷേ ചില ഏരിയാസിൽ ഞാൻ പറയട്ടെ, നമ്മൾ സ്ട്രഗിൾ ചെയ്യും. ചിലതൊക്കെ നമ്മൾ ഹോൾഡ് ബാക്ക് ചെയ്ത് വെക്കും. അങ്ങനെയുള്ള സീസൺസ്, അങ്ങനെയുള്ള ടൈംസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സ് മറക്കാതെ നമ്മുടെ സമയം ഉൾപ്പെടെ സകലത്തിൻ്റെയും ഒരു ഭാഗം നാം ദൈവത്തിന് കൊടുക്കണം. ഇറ്റ്സ് ഗോയിങ് ടു ബി ടഫ്, എനിക്കറിയാം. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്നു. നമ്മുടെ ട്രസ്റ്റിൻ്റെ ഫുൾനെസ് കംപ്ലീറ്റായിട്ട് അവനിൽ നാം ഡിപ്പെൻഡ് ചെയ്യുന്നത് അവനറിയുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അവൻ നമ്മിൽ പ്രസാദിക്കും. ഹി വോണ്ട്സ് ടു ബി ആ പ്രയോറിറ്റി. ഹി വോണ്ട്സ് അവർ ടോട്ടൽ ഡിവോഷൻ. അതുകൊണ്ട് ഈ നാളിൽ നമ്മൾ എന്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് വളരെ ഹൃദയത്തിൽ ചിന്തിച്ച് നനച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഓൾവേസ് ഗീവ് ഹിം യുവർ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ്. ഗീവ് സാക്രിഫിഷ്യലി. ബാക്കിയെല്ലാം ദൈവം അനുഗ്രഹിക്കും. കുഞ്ഞെ, നിന്നെ സൃഷ്ടിച്ചതാരാ? ദൈവമല്ലേ. അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിൻ്റെ ഹൃദയവും നിൻ്റെ ഗുഡ് ഇൻറ്റൻഷൻസും എല്ലാം അവൻ കണ്ടുകൊണ്ട് അവൻ നിന്നെ അനുഗ്രഹിക്കുവാൻ റെഡിയാണ്. മനസ്സിലായല്ലോ? ഈ പ്രോവേർബ്സ് പറയുന്നത് നാം എല്ലാത്തിലും ദൈവത്തിൻ്റെ ഹിതത്തെ അന്വേഷിക്കുന്നവരായി തീരണം. പ്രോവേർബ്സ് 3-ൽ തന്നെ നമ്മൾ 5, 6, 7, 8 വാക്യങ്ങൾ നോക്കുമ്പോൾ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക, അത് നിൻ്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും. പ്രൊവേർബ്സ് ചാപ്റ്റർ 3 വേഴ്സസ് 5 to 8 ആണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് ദൈവം നമ്മെ കാണിച്ചു തരും. അനുഗ്രഹത്തിൻ്റെ ഒരു പ്രതീക്ഷ കുഞ്ഞെ നിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രതീക്ഷ വിട്ടുകളയരുത്. നീ അവനെ അന്വേഷിക്കുക. അവൻ നിന്നെ ഗൈഡ് ചെയ്യും. നിൻ്റെ വഴികളെ അവൻ പ്രകാശമാനമാക്കും. അവിടെയുള്ള ഇരുട്ട് അവൻ മാറ്റിത്തരും. അവനെ നാം അന്വേഷിച്ചാൽ അവൻ്റെ ഹിതം അവൻ നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ വിസ്ഡം അതിലൊന്നും ആശ്രയിക്കരുത് കേട്ടോ.
ദൈവത്തെ ഭയപ്പെട്ട് എല്ലാ ദോഷവശങ്ങളിൽ നിന്നും അകന്ന് ജീവിപ്പാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ നീ ചെയ്താൽ അവിടെ പറയുന്നത് അത് നിൻ്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാനൊരു കഥ വായിച്ചിട്ടുള്ളത്, ഒരു സംഭവം വായിച്ചിട്ടുള്ളത് നിങ്ങളോട് പറയട്ടെ. 2ാം ലോകമഹായുദ്ധത്തിന് മുമ്പ് ടൂർണമെൻറ്റ് ഓഫ് റോസസ് പരേഡ് അത് ഇങ്ങനെ നടത്തി. ഈ ടൂർണമെൻറ്റ് ഓഫ് റോസസ് പരേഡ് എന്ന് വെച്ചാൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ റാഫ്റ്റ്, ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി ഒഴുകുന്ന സംഗതിയുണ്ടല്ലോ ഫ്ലോട്ട്, അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ നടത്തി. പ്രൈസ് ഗോഡ്, ഒരു പരേഡ്. അപ്പോൾ ഈ ഒരു ഫ്ലോട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഫ്ലോട്ട് അതിങ്ങനെ സ്പട്ടർ ചെയ്യാൻ തുടങ്ങിയിട്ട് അതങ്ങ് ട്രാക്കിൽ അനക്കമില്ലാതെ ഡെഡായിട്ടങ്ങ് നിന്നു. അതിൻ്റെ കാരണം എന്തായിരുന്നറിയാമോ? ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഗ്യാസ്. അങ്ങനെ വന്നപ്പം ആ ഹോൾ പരേഡ് കുറച്ച് സമയത്തേക്ക് നിർത്തി വെക്കേണ്ടി വന്നു. അവസാനം ചിലർ കൊണ്ടുവന്ന് ആ ഫ്ലോട്ടിലേക്ക് ഗ്യാസ് കൊടുക്കുന്നിടം വരെ. എന്നാൽ അതിനകത്തെ രസകരമായ സംഗതി എന്താണെന്നറിയാമോ? ആ ഫ്ലോട്ട് സ്പോൺസർ ചെയ്തത് സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിയാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്തിരുന്ന ഫ്ലോട്ട് വിത്ത് ഓൾ ഓഫ് ഇറ്റ്സ് വാസ്റ്റ് റിസോഴ്സസ്, അതാണ് ഗ്യാസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ നിന്നുപോയത്. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മൾ ചിലപ്പം ആ ഫ്ലോട്ട് പോലെ, നമ്മൾ ദൈവവിശ്വാസികളാണ്, ദൈവത്തെ നമുക്കറിയാം, ആ ഒംനിപൊട്ടൻറ്റ് ദൈവവുമായിട്ട് നമുക്കൊരു ആക്സസ് ഉണ്ട്. പക്ഷേ നാം അവന് അവൈലബിളാക്കി കൊടുത്തില്ലെങ്കിലോ, നാം അവനിൽ ആശ്രയിച്ചില്ലെങ്കിലോ നമ്മളും ഗ്യാസ് പോയതുപോലെ കടന്നു പോകും. വി ആർ ഗോയിങ് ടു റൺ ഔട്ട് ഓഫ് ഗ്യാസ്. അതുകൊണ്ട് അവനുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുവന്ന് അവനുമായി ഒരു വലിയ ബന്ധത്തിലേർപ്പെട്ട് നമ്മുടെ ബെസ്റ്റ് അവന് കൊടുത്ത്, നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ളതെല്ലാം അവന് കൊടുത്ത്, അവനിൽ ആശ്രയിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായി നമുക്ക് തീരാമേ. പ്രൈസ് ഗോഡ്. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ ദൈവത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാമതായി കാണാം. ഒന്ന്, കമ്മിറ്റ് ടു ഗോഡ് ദ ഫസ്റ്റ് ഓഫ് ദ ഇയർ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിൽ ചില പുതിയത് ചെയ്തു തരണമെന്ന് പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, പ്രാർത്ഥിക്കുക. എന്നിട്ട് കർത്താവേ, ഞാൻ എന്തെങ്കിലും ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അത് ഉണ്ടെങ്കിൽ കൊടുക്കുക. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഉപവാസം ഒക്കെ നമ്മളൊരു സ്വഭാവമാക്കി എടുക്കുക. അതൊക്കെ നമ്മുടെ സമർപ്പണത്തിൻ്റെ ഒരു ഡിസിപ്ലിനായിട്ട് നാം ഫാസ്റ്റ് ചെയ്യുവാനായിട്ട് ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഗീവ് ഗോഡ് ദ ഫസ്റ്റ് ഓഫ് ദ മന്ത്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട്, അതായത് നമ്മൾ നമ്മുടെ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മുടെ മീറ്റിങ്സ്, ആക്ടിവിറ്റീസ്, ട്രാവൽ, സ്പോർട്സ് ഒത്തിരി ഉണ്ടല്ലോ, എല്ലാം കടന്നു വന്നാലും ദൈവത്തെ നാം ബഹുമാനിക്കണം. പ്രൈസ് ഗോഡ്. അതിലൊക്കെ നാം ദൈവത്തെ മുന്നിൽ നിർത്തണം. പ്രൈസ് ഗോഡ്. നമ്മുടെ ടൈറ്റിങ് നാം കറക്റ്റായിട്ട് ചെയ്യണം. ദൈവത്തിൻ്റെ ഫുൾനെസ്സിലേക്ക് നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഫുൾനെസ്സിലേക്ക്, അവൻ നമ്മെ വിളിച്ച വിളിയിലേക്ക് നാം ചെല്ലണം. മൂന്നാമത്, ഗീവ് ഗോഡ് ദ ഫസ്റ്റ് ഓഫ് ദ വീക്ക്. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ കാണണം. നമ്മൾ ഒരു ഫാമിലിയുടെ പാർട്ടായി തീരുമ്പോൾ എല്ലാ ആഴ്ചയും ഒരുമിച്ച് കൂടണം. എസ്പെഷ്യലി സൺഡേ മോർണിംഗ് ചേർച്ച്. അപ്പോൾ സാറ്റർഡേ നൈറ്റിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്ത് ആരാധനയ്ക്ക് കടന്നുപോയി അവിടെ വോർഷിപ്പ് ചെയ്യണം. ദൈവജനവുമായിട്ട് ചേർന്ന് ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ നാം എക്സ്പീരിയൻസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ റീഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ആ ആഴ്ച പ്ലാൻ ചെയ്ത് ദൈവസന്നിധിയിൽ പ്രിപ്പയർ ചെയ്യണം. ഗോഡ്, ഗീവ് ഗോഡ് ദ ഫസ്റ്റ് ഓഫ് ദ ഡേ. ഡെയിലി ടൈം നാം ദൈവത്തിന് വേണ്ടി
സ്പെൻഡ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഹല്ലേലൂയ. ഒരു സിമ്പിൾ ഫോമുല ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ 5 മിനിറ്റ് വചനം വായിക്കുക, അടുത്ത 5 മിനിറ്റ് ദൈവത്തെ ആരാധിക്കുക, അടുത്ത 5 മിനിറ്റ് പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കഴിയുമോ എല്ലാ മണിക്കൂറും അതിൻ്റെ ഏർലി അവേഴ്സ് ഓഫ് ദ ഡേ, ആ എല്ലാ മണിക്കൂറിലും അതിൻ്റെ ആദ്യത്തെ മണിക്കൂറിൽ അല്പസമയം വളരെ സൈലൻ്റായിട്ട് ദൈവത്തിൻ്റെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. God, help me to live in a way that declares you are first. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, കൽപ്പിച്ചാലതിനേക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. എല്ലാ വർഷത്തിൻ്റെയും എല്ലാ മാസത്തിൻ്റെയും എല്ലാ ആഴ്ചയുടെയും എല്ലാ ദിവസത്തിൻ്റെയും ഫസ്റ്റ് ഹല്ലേലൂയ ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.